ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കിയാൽ അപ്പം നമ്മൾ രാവിലത്തെ ചായയുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തെ ചോറ്റിനുള്ള പരിപാടി കേട്ടോ നോക്കുന്നത്. അപ്പോൾ വേഗം അലക്കിലേക്ക് കൊണ്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ ഫ്രിഡ്ജിൽ മീൻ ഉണ്ടായിരുന്നു, അത് തണ്ണിക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല കെട്ടിപ്പിടുത്തത്തിലുള്ള മീൻ കേട്ടോ. അത് നമുക്കൊന്ന് വേർതിരിച്ചാലും. പിന്നെ എന്ത് ചെയ്തു, നേരെ അടുപ്പൊന്ന് ശരിയാക്കാൻ പോയി അതിൻ്റെ ബണ്ണൂറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഓലിക്കടിയൊക്കെ വെച്ചിട്ട് 2-3 പേരൊക്കെ സെറ്റ് ചെയ്ത് അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ആദ്യം ചോറിൻ്റെ പണി സെറ്റ് ചെയ്യാം കേട്ടോ. ചോറായ ശേഷം നമുക്ക് കറിയാക്കാൻ പറ്റും. പിന്നെ എന്താ, നമുക്ക് കറിക്കുന്നൊരു തേങ്ങ വേണം. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ഒന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ തണ്ണിക്കുള്ള ഉറപ്പാടില്ല കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ എന്നും തണ്ണി തറയിൽ പോവും. അതിന്നും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അത് കല്ലിലേക്ക് അരക്കാനിട്ടിട്ട് വേഗം വന്ന് കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു കയ്യിൽ അലക്കാൻ. അപ്പോൾ അതുകൊണ്ടൊന്ന് കയ്യിൽ അലക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേഗം വന്നിട്ട് ആ മീൻ ശരിയാക്കാൻ നിന്ന് കേട്ടോ. കെട്ടിപ്പിടുത്ത് മാറിയിട്ടുണ്ടായിരുന്നില്ല, ഞാനതൊന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായി കഴുകിയിട്ട് അത് മുറിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. പിന്നെ അത് മുറിച്ചിട്ട് നന്നായി കഴുകി എടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ അരച്ച അരിപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ കറീൻ്റെ. പിന്നെ ഞാൻ വേഗം ചോറ് വാർത്തതിന് ശേഷം ഈ അടുപ്പത്ത് കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ കറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മീനും നന്നായി കഴുകി എടുക്കുന്നുണ്ട്. കായ നന്നായി തളിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഉള്ളി ടൊമാറ്റ പുളി ഇട്ടിട്ടില്ല, അതിൻ്റെ പകരം മാങ്ങ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മീൻ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കിയിട്ടാകുമ്പോൾ അവിടെ 2-3 ചക്കക്കുരു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ഈ ചക്കക്കുരു കറി വെക്കാമെന്ന്. പിന്നെ ചക്കക്കുരുവിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചൊരണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുപ്പിൽ പണിയെടുക്കുമ്പോൾ ഒരു ചട്ടിയിൽ തന്നെ മാക്സിമം പണിയെടുക്കാൻ നോക്കാം കേട്ടോ. കരിയുള്ള ചട്ടിയല്ലേ, അപ്പോൾ കഴുകാൻ ലാഭം. അപ്പോൾ ഞാനത് ആ മണ്ണിൻ്റെ ചട്ടിയിൽ നിന്ന് ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ മീനിൻ്റെ കറി. പിന്നെ അതേ ചട്ടി കഴുകിയിട്ട് നമുക്ക് ചക്കക്കുരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരു തൊല്ലിയതിന് ശേഷം നന്നായി കഴുകി എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, മണ്ണിൻ്റെ ചട്ടിയിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകിയ ശേഷം ഈ ചക്കക്കുരു ഇട്ട് ജസ്റ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം കലം പോർന്നിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങയും കുറച്ച് വറുത്തിട്ട് മുളക് ഇട്ടിട്ട് ആ തിളച്ച ചക്കക്കുരുവിലേക്കില്ലേ ഈ അരപ്പ് നില വറുത്ത് തേങ്ങ ഒക്കെ കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വിചാരിച്ചത്. അങ്ങനെ ഇത് മാത്രം ഗ്യാസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ചക്കക്കുരിലേക്ക് കൊണ്ടുപോയിട്ട് ആ കലം പുറത്ത് തേങ്ങ ഇട്ടു. പിന്നെ ആ ചക്കക്കുരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ചട്ടിയിലാണ് ഞാൻ 2 തരം കറി വെച്ചത്. ആ ചട്ടി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, വേഗം പോയി കുളിച്ച് വന്നതിന് ശേഷം കേട്ടോ ചോറ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ചക്കക്കുരു കറിയുണ്ട്, പിന്നെ നമ്മൾ മീനിൻ്റെ കറി കൂട്ടിയിട്ട് നന്നായി ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.